ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിവില്ലെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ ഞാൻ നിനക്ക് തരാവുന്ന പണം ഇതാ, എടുത്തുകൊണ്ട് സ്ഥലം വിട്. അവന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും നിന്നെ കൊണ്ട് സാധിച്ചില്ല. വരവ് പുലിയെ പോലെ അല്ലായിരുന്നു. ഞാൻ പുലി തന്നെയാണടാ. പുലി പോലും നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ലടാ. സൂക്ഷിച്ച് സംസാരിക്കണം. വെറുതെ നിന്ന് പ്രസംഗിക്കാതെ. ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർമ്മയുണ്ടല്ലോ? മിസ്റ്റർ പിള്ളേ, എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം ഒരു കൊലപാതകമാണ്. ഞാൻ അവനെ ഇന്നും തേടിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൈകൊണ്ട് ആദ്യമായി ചെയ്യുന്ന കൊലപാതകം അതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. വാസു, ഇതൊന്നും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളല്ല. ശേഖരമുള്ള വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്നവനാണ്. അച്ഛനെ ഭ്രാന്തണ്ട. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. രണ്ട് ദിവസത്തിനകം അവന്റെ ശവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു തരും. മീനു? സാറോ? അല്ല, മോനോ? മീനു ഇല്ലേ ഇവിടെ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ, അവൾ കുളിക്കാൻ പോയിരിക്കാണ്. ഈ രാത്രിയിലോ? അടുത്താണ്. എന്താ മോനെ വിശേഷം? എന്റെ അനുജത്തിയുടെ പിറന്നാളാണെന്ന്. മീനുവിന് എന്തെങ്കിലും കൊടുത്തിട്ട് പോകാമെന്ന് കരുതി. മീനുവിന്റെ പ്രായമാണ് എന്റെ അനിയത്തിക്കും. അങ്ങക്ക് വിരോധമില്ലെങ്കിൽ? അയ്യോ, വിരോധമോ? നല്ല കാര്യായി. അവൾ ഇപ്പൊ വരും. മോൻ തന്നെ നേരിട്ട് അങ്ങ് കൊടുത്താട്ടെ. അല്ലെങ്കിൽ വേണ്ട, മോനെ ഇരിക്കെ, ഞാൻ പോയി ദേ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരാം. നീ എന്തിനോട് വന്നു? എനിക്കിഷ്ടമുണ്ടായിട്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. എടാ, ഇത് നിന്റെ പഴയ പല്ലവിയല്ലേ? നിന്റെ കഷ്ടകാലം അടുത്തിരിക്കുന്നു. ഇല്ലടാ, നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്റെ പുതിയ പല്ലവി
പിടിക്കൂ, ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാം. മോളെ, ഈ സാറിനെ കുറിച്ചാണ് ഞാൻ ചേട്ടനോട് പറയാറുള്ളത്. ഈ സാറാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. നീ സംസാരിക്കാതെ കിടക്ക. മാസ്റ്റർ, ഈ ഫോട്ടോ ഇവിടെ എങ്ങനെ വന്നു? സാർ, ഇവളൊരു അനാഥയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു പിച്ചക്കാരന്റെ കയ്യിൽ നിന്നും വാസുവാണ് ഇവളെ രക്ഷിച്ചത്. ആ ഫോട്ടോ ഇവളുടെ കാണാതെ പോയ സഹോദരന്റെയും മരിച്ചുപോയ അമ്മയുടെയും. അന്ന് ഞങ്ങൾ അവിടെ തിരക്കി ചെന്നപ്പോൾ ആകെ കിട്ടിയത് ഈ ഫോട്ടോ മാത്രമാണ് സാർ. മാസ്റ്ററെ, ആ സഹോദരൻ ഞാൻ തന്നെയാണ്. ബിന്ദു, ബിന്ദു, ഇതാ നിന്റെ വിജയേട്ടൻ വന്നിരിക്കുന്നു. ബിന്ദു, ബിന്ദു.